വർഷമായി. എനിക്ക് എന്താ പ്രോബ്ലം? ഡോക്ടർ എനിക്കിപ്പോൾ കുറച്ചായിട്ട് എന്തൊക്കെയോ പോലെ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. കരയാൻ കരയാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് കരയാൻ പറ്റുന്നത്? കുറെ പ്രശ്നങ്ങളുണ്ട് ഡോക്ടർ. എന്തൊക്കെയാണ് കേൾക്കട്ടെ. ലൈക്ക് ജോബ്, ബാധ്യതകൾ, പിന്നെ മെയിനായിട്ട് പ്രണയം. ഇതിൽ നിന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം നിന്റെ പ്രണയമല്ലേ? സത്യം. അത് നിന്നെ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെ. അതുകൊണ്ടാണല്ലോ അതിന് പ്രണയം എന്ന് പറയുന്നത്. അതിരിക്കട്ടെ, അവൾ ഇതിനെ തേച്ചതാണോ? അവളോട് ഞാൻ ഇഷ്ടം പറഞ്ഞാ, അവൾക്ക് ഓക്കെയാ. പിന്നെ ഞാൻ സെറ്റിലും അല്ല, അവിടെ വീട്ടിൽ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഡൗൺ ആയി ഡോക്ടറെ. അപ്പോൾ നിനക്ക് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഓക്കെയാണ്. അവൾക്ക് ഇപ്പോഴും ഓക്കെയാ, പക്ഷെ അവളെ വീട്ടുകാർക്കാ പ്രശ്നം. ഇക്കാര്യത്തിൽ നമുക്കാരും തെറ്റു പറയാൻ പറ്റില്ല. കാരണം രണ്ടാളുടെ ഭാഗത്ത് ന്യായമുണ്ട്. പ്രണയമല്ലേ, അവൾക്കൊന്നും ഇഷ്ടമാണെന്ന് പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അവളെ ഒന്ന് വിളിച്ചിട്ട് ഇന്ന് തന്നെ വീട്ടിൽ കാര്യം അവതരിപ്പിച്ചോട്ടെന്ന് ചോദിക്കും. 10% അവൾ നോ പറയും. പക്ഷേ അവൾക്ക് അതിന് ഓക്കെയാണെന്നേ. പിന്നെന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ, അവളെ വീട്ടുകാർക്കാണെന്നേ പ്രശ്നം. അവസാനം അവള് പറയാ വീട്ടുകാരോട് സംസാരിക്കുക, എതിർക്കുവാണെ അവള് സൂയിസൈഡ് ചെയ്യും എന്നൊക്കെ അവരോട് പറയാനായിട്ട് എന്നോട് പറയാൻ. ഞാനെങ്ങനെ ഡോക്ടറെ ഒരു വീട്ടിൽ ചെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ? അല്ല, അവള് തന്നെ അവളുടെ അച്ഛനോടും അമ്മയോടും ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടും നിനക്കതൊരു മോശമായി തോന്നിയെങ്കിൽ നീ അവർക്ക് നല്ലൊരു മരുമകനായിരിക്കും. അതുകൊണ്ട് അവളുടെ പ്ലാൻ പോലെ തന്നെ നടക്കട്ടെ. അയ്യോ ഡോക്ടർ, അതൊക്കെ വലിയ പ്രശ്നമല്ലേ? എടാ, പണ്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടേ ഞങ്ങൾ ചില്ലറ പിള്ളേരായിട്ട് ചുറ്റിക്കറങ്ങാൻ പോകും. അങ്ങനെ ആകെ ചുറ്റി അവശനായി ദാഹിച്ചു നിന്നപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ കയറി ഞാൻ ഇച്ചിരി വെള്ളം ചോദിച്ചു. വെള്ളം കൊണ്ട് തന്നൊരു പെങ്കൊച്ച എലിസബത്ത്, ഇന്നെൻ്റെ ഭാര്യ. ഞാൻ അന്ന് റിസ്ക് എടുത്തുകൊണ്ട് ഇന്ന് എനിക്ക് 2 പെൺപിള്ളേരാ. സന്തുഷ്ട കുടുംബം. അതിലെ ആദ്യത്തെ പെൺകുട്ടിയില്ലേ, അതാണ് ഞാൻ പറഞ്ഞ കക്ഷി. അല്ല ഡോക്ടറെ, എനിക്ക് ഒരു കൈത്തൊഴിലുണ്ട്. ഞാൻ അബ്രോഡ് പോകാൻ നിൽക്കുക. ഒരു 2 മാസം മാക്സിമം എല്ലാം ശരിയാവും. ഇഷ്ടപ്പെട്ടു പോയി, സമ്മതിക്കണം പ്ലീസ്. ഞാനെന്നാ നാളെ വീട്ടിലോട്ട് കാണാൻ വന്നോട്ടെ. താങ്ക് യു അച്ഛാ. ഹലോ. ഇച്ചായ, മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി മാവ് കലക്കി പൊരിച്ചെടുത്താൽ മാത്രം മതി. എപ്പോഴാ എത്തണേ? അന്ന് വല്ല പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചാൽ മതിയായിരുന്നു.